നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയിൽ കഴിക്കാനിരിക്കണ സമയത്താണ് കൃഷ്ണമോള് രോഹിത്ത് കുടിച്ചിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ പറയണേ. അത് കേട്ടപ്പോൾ ബാലേന്ദ്രനെ സഹിക്കുക. ബാലേന്ദ്രൻ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നുണ്ട്. ബബിത രോഹിത്തിനെ ന്യായീകരിച്ച് സംസാരിക്കുകയാണ്. അച്ഛാ, അവനൊരു കുടിയനൊന്നും അല്ലാന്ന് ബാലേന്ദ്രനെ സഹിക്കാൻ പറ്റുമോ? 21 വയസ്സുള്ളൂ. 21 വയസ്സ് മാത്രമുള്ളപ്പം, അതായത് എഞ്ചിനീയറിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ബബിത പറയുന്നത് അവൻ കുടിയനൊന്നും അല്ലാന്ന്. അതിനർത്ഥം അവൻ ഇടയ്ക്കിടയ്ക്ക് മദ്യപിക്കുമെന്നാണല്ലോ. ബാലേന്ദ്രൻ ചോദിച്ചു, എന്നിട്ട് നീയൊക്കെ എന്താ എന്നോട് ഇതിനെക്കുറിച്ച് ഇതിനു മുമ്പ് പറയാതിരുന്നേ? അവൻ കുടിച്ചിട്ട് വന്ന കാര്യം എന്താ പറയാത്തേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ബബിത ചാടിക്കറി പറഞ്ഞു, അത് പിന്നെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ വഴക്ക് പറയും, അതുകൊണ്ടാ പറയാതിരുന്നേന്ന്. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, കൊള്ളാം, നല്ല മറുപടി, ഇങ്ങനെ തന്നെ വേണം മക്കള്. നിങ്ങൾ ചെയ്യുന്നതിനല്ല പ്രശ്നം, അപ്പം ഞാൻ വഴക്ക് പറയുന്നതന്നെ പ്രശ്നമില്ലേ? അപ്പം ഞാൻ വഴക്ക് പറഞ്ഞില്ലേ എന്ത് തോന്നിയാസം ആവാലോ, ഞാൻ അറിയാതിരുന്നാ പോരെ, എന്നെ കാണിക്കാതെ എന്തോ ആവാലോ അല്ലേ ബബിതയെന്ന് ചോദിച്ചു. ബബിതയ്ക്ക് അതൊന്നും കൊണ്ടു. ബബിത അലീനയെ നോക്കി. അലീനയൊന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും കൃഷ്ണമോളോട് ചോദിച്ചു, അല്ല നീ ഇതെന്നാ കണ്ടേന്ന് ചോദിച്ചു. അത് പിന്നെ അലീന ചേച്ചി എറണാകുളത്തിന് പോയ ദിവസം ഉണ്ടായിരുന്നല്ലോ, അന്നാണ് കുടിച്ചിട്ട് വന്നേ. എന്നിട്ട് നീ എന്താ എന്നോട് പറയാതിരുന്നേ? അത് പിന്നെ ഞാൻ മനഃപൂർവ്വം പറയാതിരുന്ന, അച്ഛന് വിഷമാവില്ലെന്ന് കരുതിയിട്ടാ പറയാതിരുന്നേ. അതിനെ എങ്ങനെ ആവർത്തിക്കരുതെന്നൊക്കെ ഞാൻ രോഹിതേട്ടനോട് പറഞ്ഞു. പക്ഷെ രോഹിതേട്ടന് എന്നെ മൈൻഡ് ചെയ്യാനേ പോയില്ല എന്ന് പറഞ്ഞു. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട് എൻ്റെ മോളെ. അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ അതപ്പം തന്നെ പറയണം, നമ്മളതിങ്ങനെ വെച്ച് താമസിപ്പിച്ചുകൂടാ. ഇന്നൊരു ദിവസമായിരിക്കും കുടിച്ചിട്ടുണ്ടായിരിക്കുക, പക്ഷെ നാളെ വീണ്ടും കുടിക്കാൻ തോന്നും. അതൊക്കെയാണ് ഈ മദ്യത്തിൻ്റെ ഒരു പ്രശ്നം. ഇതെല്ലാം കേട്ടപ്പോൾ അല്ലെനിക്ക് ഭയങ്കര വിഷമമായി. തൻ്റെ സഹോദരൻ്റെ സഹോദരിമാരൊക്കെയാണ്, പക്ഷെ എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമില്ല. ഭാവിതയ്ക്ക് തന്നെ കണ്ണെടുത്താൽ കാണത്തില്ല. പിന്നെ ഇതെങ്ങാനും താൻ രോഹിത്തിനോട് ചോദിക്കാൻ പോയിട്ടാണെങ്കിൽ അവൻ തന്നെ കടിച്ച് കീറാനായിട്ട് വരും. ചോദിച്ചിട്ടും പറഞ്ഞിട്ടും ഒന്നും ഒരു കാര്യമില്ല എന്ന് അലീനിക്കും അറിയാം. പക്ഷെ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, നിസ്സാര കാര്യമല്ലോ, എല്ലാ ഹരിശങ്കറിൻ്റെ കൂട്ടാ. പിന്നീട് അലീന പറഞ്ഞു, അച്ഛാ, ഇതിനൊക്കെ പ്രധാന കാരണം ആരെന്നറിയോ? ഹരിയായിരിക്കും. അവൻ്റെ കൂടെ കൂടുന്നോണ്ടാ ഇത്രയൊക്കെ പ്രശ്നം. അത് കേട്ടപ്പോൾ കൃഷ്ണമോള് പറഞ്ഞു, അതെ അച്ഛാ, അത് ശരിയാ. ഹരിയാൻ്റെ കൂടെ കൂട്ടുകൂടാൻ തുടങ്ങിയതിന് ശേഷമാണ് രോഹിയാണ്ട് ഇങ്ങനെ മാറ്റങ്ങളൊക്കെ. ആ കൂട്ട് അത്ര ശരിയാന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അലീന അതിനെ ന്യായീകരിച്ച് പറയുന്നുണ്ട്. ബബിത അതിന് സപ്പോർട്ടായിരുന്നു. കാരണം ബബിതയ്ക്ക് പേടിയാ, ഹരിശങ്കറെ കൂടുതൽ അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ തനിക്കിട്ട് പണി കിട്ടുമെന്നറിയാം. അവൻ്റെ കയ്യിൽ തൻ്റെ വീഡിയോസും കാര്യങ്ങളും ഉണ്ട്. അവനെങ്ങാനും അത് ലീക്കാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ തനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പോലും പറ്റില്ല, കണ്ടം വഴി ഓടാനേ പറ്റുള്ളൂ. അതൊക്കെ നന്നായിട്ട് ബബിതയ്ക്ക് അറിയാം. അവന് മാക്സിമം ഇങ്ങോട്ടേക്ക് വരാതിരിക്കുന്നത് നല്ലത്. അതുകൊണ്ട് ബബിത ഈ പറയുന്ന ഹരിശങ്കറിനെ ആയിരിക്കാനൊന്നും പോയില്ല. ഇത്തിരി സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രോഹിത് അങ്ങോട്ട് വരുവാണ്. രോഹിത് വന്നിട്ട് അങ്ങോട്ട് കയറി പോകാൻ തുടങ്ങിയപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അവിടെ നിൽക്കുക എന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ ചോദിച്ചു, നിനക്ക് ആഹാരം വേണ്ടിയെന്ന് ചോദിച്ചു. ഏയ് വേണ്ട, ഞാൻ കഴിച്ചെന്ന് പറയണ. കഴിച്ചെന്നോ? എന്താടാ, നീ ഫുട്ബോൾ കളിക്കാൻ പോകുന്നിടത്ത് നിനക്ക് ആഹാരം കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതല്ല, ഞാൻ പുറത്തുനിന്ന് കഴിച്ചെന്ന് പറയാം. ഓ, കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ, പണം സമ്പാദിച്ചു വെച്ചിരിക്കുകയാണല്ലോ അല്ലേ, സ്വന്തമായിട്ട് ജോലിയും വരുമാനവും ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ പുറത്തുനിന്ന് കഴിക്കാമല്ലോ അല്ലേന്ന് ചോദിച്ചു. രോഹിത് അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. പിന്നീട് അങ്ങോട്ട് കയറിപ്പോകാൻ തുടങ്ങി. പറഞ്ഞു, അങ്ങനെ അങ്ങോട്ട് പോയാലോ? ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ എങ്ങോട്ടാ ഓടുന്നേ? ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞു. അല്ല, നീ പലപ്പോഴും താമസിച്ചാണ് വരാറുള്ളത്. അങ്ങനൊന്നും ഇല്ല. അല്ല, താമസിച്ച് വരുന്നതോടൊപ്പം നീ മദ്യപിച്ചിട്ട് വരാറുണ്ടെന്ന് കേട്ടല്ലോ, ശരിയാണോ എന്ന് ചോദിച്ചു. അത് കേട്ടതും രോഹിത് കൃഷ്ണനെ രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കുകയാണ്. എടാ, അവളെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട, ഞാൻ ചോദിച്ചാലും നീ മറുപടി പറഞ്ഞാൽ മതി. അപ്പോഴേക്കും രോഹിത് പറഞ്ഞു, ഞാൻ മദ്യപിക്കാറൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടതും ബാലേന്ദ്രൻ പറഞ്ഞു, കൊള്ളാലോ, അത് ഞാൻ വിശ്വസിക്കണോ അല്ലേ? അതെ, ഞാൻ മദ്യപിക്കാറില്ല എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു, കള്ളത്തറ വെച്ചാ പറയണേ, ഒരു ദിവസം ആടി വന്നതാന്ന് പറഞ്ഞു. കയ്യോടെ ഞാൻ പിടികൂടിയതാ. പിന്നെ ഭവിതേച്ചിക്കും അറിയാവുന്ന കാര്യമാണ്. ഈ സമയത്ത് അലീന പറഞ്ഞു, അച്ഛാ, വഴക്കൊന്നും പറയാൻ പോകണ്ട, വെറുതെ വഴക്ക് പറഞ്ഞിട്ട് അതുകൊണ്ട് പ്രയോജനമുണ്ടെന്ന് തോന്നില്ല, കാര്യമായിട്ട് എന്തെങ്കിലും ഉപദേശിക്കണം, അല്ല ചുമ്മാ വഴക്ക് പറഞ്ഞ് ഒന്നുകൂടെ ദേഷ്യം കൂടത്തുള്ളെന്ന് പറഞ്ഞു. ഭവിത എഴുന്നേറ്റ് അങ്ങോട്ട് പോയി. പിന്നീട് കൃഷ്ണമോൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴത്തേനും രോഹിത് കൃഷ്ണമോളോട് പറഞ്ഞു, എനിക്കറിയാടി, നീ അത് പറഞ്ഞു കൊടുത്ത അച്ഛനോട്, ശരിയല്ലേ? അച്ഛനോട് നീ അല്ലേ കൊളുത്തി കൊടുത്തതെന്ന് ചോദിച്ചു. അതെ. രോഹിയേട്ടൻ അന്ന് പറഞ്ഞു വന്നിട്ട് എന്താ എന്നോട് പറഞ്ഞേ? നിന്റെ ഇഷ്ടം പോലെ ചെയ്യുക, നീ വേണം അച്ഛനോട് പറഞ്ഞു കൊടുക്കുക, എനിക്കൊരു പുല്ലും ഇല്ല എന്നൊക്കെ അല്ലേ വെല്ലുവിളിച്ചേ, എന്നിട്ട് ഇപ്പം എന്ത് പറ്റി?
അതെ, നീ കൂടുതലിടന്ന് കളിക്കൊന്നും വേണ്ട. എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിക്കോട്ടെ. ഞാനേ അമ്മയുടെ കൂടെ പോയി താമസിക്കുമെന്ന് പറയാം. ചെല്ല് ഇപ്പം അമ്മയുടെ അടുത്തേക്ക് ചെല്ല്. നടന്നതാ എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോൾ രോഹിത് പറഞ്ഞു, നീ കൂടുതൽ കിടന്ന് കളിക്കരുത് കേട്ടോ, എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചു കിട്ടും. തല്ലാനായിട്ട് ഇങ്ങോട്ട് വാ, എൻ്റെ കൈ വെറുതെ ഇരിക്കുമല്ലേ, ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ അവളുടെ ഒരു അച്ഛൻ വന്നിരിക്കുന്നു. കൃഷ്ണമോള് പറഞ്ഞു, അതെ, അച്ഛൻ അങ്ങനെ ഉപദേശിക്കുന്നുണ്ടെങ്കിൽ അത് രോഹിയേട്ടന് വേണ്ടിയിട്ടാ, അല്ലാതെ ഞങ്ങൾക്ക് ആർക്കും വേണ്ടിയിട്ടല്ല. രോഹിയേട്ടൻ നന്നാവുകയാണെങ്കിൽ രോഹിയേട്ടന് കൊള്ളാം, അല്ലാതെ അച്ഛന് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. ഒന്നും അല്ലെങ്കിലും പഠിക്കാൻ വേണ്ട സമയത്ത് പഠിച്ചാൽ പോരെ, അതിന് പകരം മദ്യപിച്ച് ആ ഹരിയേട്ടനോടൊപ്പം കൂട്ടുകൂടി നടക്കേണ്ട വല്ല കാര്യമുണ്ടോ രോഹിയേട്ടാ? ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രോഹിത് പറഞ്ഞു, നീ കൂടുതൽ ആളാവാൻ നോക്കണ്ട, നീ അവളുടെ കൂടെ അല്ല അലീനയുടെ കൂടെ, അവളുടെ കൂട്ടാ, നീ എന്ത് വേണമല്ലോ ആയിക്കോ, പക്ഷെ എന്നെ കൂടുതൽ ഭരിക്കാനും ഉപദേശിക്കാനും വന്നേക്കരുത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോയി. കൃഷ്ണമോൾക്ക് മനസ്സിലായി എത്ര പറഞ്ഞാലും തലയിലേക്ക് കയറില്ല എന്ന്. ആ സമയത്ത് ബാലേന്ദ്രൻ ആകെപ്പാടെ ദേഷ്യമായിരുന്നു. അലീന എന്നിട്ട് ബാലേന്ദ്രനോട് പറഞ്ഞു, അച്ഛന് രോഹിത്തിനെ ഒന്ന് ഉപദേശിക്കണം, അത് ദേഷ്യത്തോടെ ആവരുത്, നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഈ പ്രായം അറിയാലോ, ഒരു പക്ഷെ ഉപദേശിക്കുന്ന ഒട്ടും ഇഷ്ടപ്പെടാത്ത പ്രായമാണ്, പറയുന്നതിന് തലതിരിവോ കാണിക്കുള്ളൂ. ഇത് കേട്ട ബാലേന്ദ്രൻ പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ആകെപ്പാടെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നവർ തോന്നുന്നുണ്ട്. അച്ഛനൊന്നും കാര്യമായിട്ട് എടുക്കണ്ട, ആ ഹരിയുമായിട്ടുള്ള കൂട്ടുകെട്ട, ആ കൂട്ടുകെട്ടയിൽ നിന്ന് പിന്മാറുവാണെങ്കിൽ രോഹിത് ഒരു പരിധി വരെ നന്നാവും. പിന്നെ അറിയാലോ, അച്ഛനോടും എന്നോടൊക്കെയുള്ള ദേഷ്യമുണ്ട് ഹരിയുടെ മനസ്സിൽ, അപ്പം ആ ദേഷ്യമാണ് കാരണം. അത് ഒന്ന് പറഞ്ഞ് നേരെയാക്കാൻ നോക്കിയാൽ മതി, ദേഷ്യപ്പെട്ടുകൊണ്ട് ഒന്നും ആവാൻ പോകുന്നില്ല അച്ഛാന്ന് പറഞ്ഞു. ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ എന്ത് ചെയ്തു, മുറിയിലേക്ക് കയറി ചെല്ലുവാണ് രോഹിത്തിൻ്റെ. അപ്പം മുറി അടഞ്ഞു കിടക്കുമായിരുന്നു. പിന്നീട് കഥയെ മുട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് രോഹിത്ത് വന്ന് കഥ പറഞ്ഞു, എന്താടാ നീ എന്തെടുക്കുമായിരുന്നു ഇതിനകത്തുനിന്ന് ചോദിച്ചു. അത് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമായിരുന്നു. ക്ലാസ്സോ? എന്ത് ക്ലാസ്? അല്ല, പഠിക്കുമായിരുന്നു പറയണം. ഓ അങ്ങനെ, പഠിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, നല്ല അധ്യാപകരുടെ ക്ലാസ്സൊക്കെ ആണെങ്കിൽ ഭാവിയിൽ നിനക്ക് നല്ലൊരു ജീവിതമൊക്കെ ഉണ്ടാവും. നല്ല അധ്യാപകരുടെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യുകയാണ് നല്ല കാര്യമാണ്. പക്ഷേ എങ്കിൽ കൂട്ടുകാരുടെ ക്ലാസ് നീ അറ്റൻഡ് ചെയ്യാൻ പോകുന്നെങ്കിൽ തേരാപാര തെണ്ടി നടക്കേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രോഹിത്ത് നോക്കിയിട്ട് എന്താ വെച്ചാൽ അച്ഛൻ എന്നെ ഉപദേശിക്കാൻ വന്നാണോ ചോദിച്ചു. അല്ല, നീ ക്ലാസ് കൂടുകയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രോഹിത്ത് പറഞ്ഞു, അച്ഛൻ ഇപ്പം എന്താ വേണ്ടത് എന്ന് ചോദിച്ചു. ഓ, എനിക്ക് നിന്റെ മുറിയിലേക്കും കയറി വരാൻ പറ്റില്ലേ? അല്ല, അച്ഛൻ്റെ ഉപദേശമൊക്കെ കേട്ടിട്ട്, അതെ, ഉപദേശം കൊണ്ട് പ്രയോജനമൊന്നുമില്ലെന്നറിയാം, പക്ഷെ അച്ഛനായി പോയില്ലേ, എൻ്റെ വിഷമം നിനക്ക് മനസ്സിലാവണമെങ്കിലേ നീ ഇതുപോലെ അച്ഛനായിട്ട് വരണം, എന്നാലോ നിനക്ക് മനസ്സിലാകത്തുള്ളൂ. എടാ, നിനക്ക് കുറേ കൂട്ടുകെട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നറിയാം. പിന്നെ നീ കോളേജിലേക്കെന്നും പറഞ്ഞ് ഇവിടുന്ന് പോകുന്നുണ്ട്, എങ്ങോട്ടാ പോകുന്നത്, എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് നിന്റെ പിന്നാലെ വന്ന് നോക്കാനും പറ്റില്ലല്ലോ. പിന്നെ വൈകിട്ട് നീ ടർഫിലേക്ക് ഫുട്ബോൾ കളിക്കാൻ പോകുന്നുണ്ട്, അത് കളിക്കാനാണോ വേറെ എന്തെങ്കിലും ആണോ എന്നും എനിക്കറിയില്ല. അതുകൊണ്ടൊക്കെയാ പറയണേ, ഈ പ്രായത്തിൽ കുറേ കൂട്ടുകെട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കുട്ടികളല്ലേ, കുറച്ചൊക്കെ ഒരു ഇതുണ്ടാവും. പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒടുവിൽ തേരാപാരം നടക്കേണ്ട വരും. ഒരു ഗതി ഒരു പരഗതിയില്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. പിന്നെ ആ ഹരിയുമായിട്ടുള്ള കൂട്ട് നിർത്തുന്നതായിരിക്കും നിനക്ക് നല്ലത്. അവനുമായിട്ട് കൂട്ടുകൂടി പോയിട്ടുണ്ടെങ്കിൽ അവസാനം നീ വല്ല ജയിലിലുമായിരിക്കും നിന്റെ ജീവിതം. അത് നിനക്ക് നന്നായിട്ട് അറിയാവുന്നതാണല്ലോ. ഈ കുടുംബത്തിൽ തന്നെ അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതല്ലേ, അലീനയുടെ പ്രശ്നം നിനക്കറിയാലോ, ഞാൻ കൂടുതൽ പറയണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രോഹിത്ത് പറഞ്ഞു, എനിക്കങ്ങനെ ആരുമായിട്ട് വലിയ കൂട്ടും കാര്യങ്ങളൊന്നുമില്ല. ഇത് നിനക്ക് എന്നോട് പറയാം, പക്ഷേ നീ സ്വന്തം മനസാക്ഷിയോട് തന്നെ ചോദിച്ചു നോക്ക്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രോഹിത്ത് പറഞ്ഞു, അതെ, എനിക്ക് പഠിക്കണമെന്ന് പറയാം, പഠിക്കുവാണേ പ്രശ്നമില്ല, മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കുവാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെ കൂട്ടുകാരുമായിട്ട് ഉള്ള ക്ലാസ് ആയിപ്പോൾ അറ്റൻഡ് ചെയ്യുന്നെങ്കിൽ പിന്നെ നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകാൻ പോകത്തില്ല മോനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഉപദേശിച്ചിട്ടാണ് ബാലേന്ദ്രൻ ഇറങ്ങിപ്പോകുന്നത്. ബാലേന്ദ്രൻ പോയി കഴിഞ്ഞപ്പോൾ രോഹിത്തിന് നല്ല ദേഷ്യമായി. എൻ്റെ ദൈവം, എല്ലാത്തിനും കാരണം അവളും ആ അലീനയും കൂടെ, കൃഷ്ണ അലീനയും കൂടെ. അച്ഛൻ വന്ന് ഇനിയിപ്പോൾ എല്ലാം കൊടുത്തിരിക്കുന്നു, എന്ത് ചെയ്യണമെന്ന് അറിയത്തുണ്ടായിരുന്നില്ല. ഇതേ സമയത്ത് ഹരിശങ്കർ തൻ്റെ കൂട്ടുകാരെ വിളിക്കുകയാണ്. അവന്മാർ വന്നു, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കാര്യങ്ങളൊക്കെ കൃത്യമായിരിക്കണം, ഒരിടത്തും നമുക്ക് പണി പാളിപ്പോവരുത്. അവൾ വന്നു കഴിയുമ്പോൾ കാര്യങ്ങളൊക്കെ നല്ല പക്കായിട്ട് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ ഏറ്റെളിയാന്ന് പറഞ്ഞു. അറിയാലോ, എവിടെ എന്തെങ്കിലും പണി പാളിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെല്ലാം കുടുങ്ങുന്ന കാര്യമാണെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞേ, പിടിക്കപ്പെടാനായിട്ട് ഒരു ചാൻസും ഉണ്ടാവരുമെന്ന് പറഞ്ഞു. അവളെയും കൂട്ടിക്കൊണ്ട് ഞാൻ വരുമെന്ന് പറഞ്ഞു. ശരി, അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ഹരിശങ്കർ ശരണ്യെ വിളിക്കണം. ശരണ്യെ വിളിച്ചിട്ട് നീ എവിടെയാന്ന് ചോദിച്ചു. ഇത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുന്നുള്ളൂ, നിങ്ങൾക്ക് പെട്ടെന്ന് വാ, ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാം എന്ന് പറയണം. അങ്ങനെ ഹരിശങ്കർ ശരണ്യയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇനി എന്താവും ഏതാവും അറിയത്തില്ല.
അവള് വന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോയിട്ടാണെങ്കിൽ ഒരു കാര്യത്തിൽ തീരുമാനമാവും. ഉറപ്പായിട്ടും പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ രോഹിത്തിന് നല്ല പണി തന്നെ കിട്ടുകയും ചെയ്യും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം വെറുതെ ഒന്നും വിടത്തില്ല. പോലീസ് കേസും മറ്റും ആയിട്ടുണ്ടെങ്കിൽ രോഹിത്തും ഹരി ഉൾപ്പെടെ എല്ലാവരും അകത്ത് പോയി കിടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.